Welcome to new online class for engineering graphics. So, why engineering graphics is difficult? എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്ക് പ്രയാസമായിരിക്കുന്നത്? അതിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിഫിക്കൽട്ടി ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്, നെക്സ്റ്റ് വൺ ലാക്ക് ഓഫ് ഇമാജിനേഷൻ പവർ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടാവും. നമ്മൾ കാരണം കൂടുതലും 3D ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടേതായ ചിന്താഗതി വ്യത്യാസം ഉണ്ടാവും, അതുപോലെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അതായത് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അല്ലാതെ എങ്ങനെ ഇതിനെ സിമ്പിൾ ആക്കി മാറ്റാം? അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത് നമ്മുടെ ഇമാജിനേഷൻ പവർ കൂട്ടാൻ ശ്രമിക്കുക. അത് കൂട്ടാൻ വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഒരു ടീച്ചർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അതായത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു തരാം. രണ്ടാമത്തത് സെൽഫ് ലേണിംഗ് ആണ്. എങ്ങനെയൊക്കെ ആവാം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഇമാജിനേഷൻ പവർ കൂടത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു കഴിവാണ് നമ്മൾ ആ പേപ്പറിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഡിഫിക്കൽട്ടി ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ വൃത്തിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇമാജിനേഷൻ പവറിനെ നമ്മൾ തന്നെ കൂട്ടാൻ ശ്രമിക്കുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. സോ ഇതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് എത്താം. സോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ് ദ ഗ്രാഫിക്കൽ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. എല്ലാ എഞ്ചിനീയർമാരുടെയും ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് എന്ത്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ എന്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ ലാംഗ്വേജ് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ഉപയോഗിക്കാം, മലയാളം ഉപയോഗിക്കാം, തമിഴ്, ഹിന്ദി, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗിന്റെ ഡ്രോയിങ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഡ്രോയിങ്ങിനെ പ്രസന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏതൊരാൾക്കും ഇതറിയാവുന്നവർക്ക് എന്താണ് ആ ഡ്രോയിങ് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ തിങ്കിങ്, നമ്മുടെ പ്ലാന്, നമ്മുടെ ഐഡിയാസ് എന്താണ് മറ്റൊരാൾക്ക് നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നതിലെ ഈ ഒരു ഡ്രോയിങ്ങിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് ആൻഡ് പ്ലാനിങ് ഓഫ് ഐഡിയാസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് എന്ത് ചെയ്യുവാണ്, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അത് നമ്മളൊരു നീറ്റ് സ്കെച്ച് ആയിട്ട് തന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ആണ് നമ്മൾ അതിലേക്ക് പകർത്തുന്നത്. ഏതൊരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസൈൻ തന്നെയാണ്. സോ ആ ഡിസൈൻ എന്ന് പറയുന്നതാണ് എന്ത്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആദ്യത്തെ പ്രിലിമിനറി സ്റ്റെപ്പ് ആണ്. അതായത് ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പോണന്റിന്റെ, ഒരു ഇൻഡസ്ട്രിയിലെ ഒരു കമ്പോണന്റ് മാനുഫാക്ചർ, അതിപ്പം ഏത് തന്നെ ആവാം, സിവിലിന്റെ തന്നെ ആവാം, അല്ലെങ്കിൽ മെക്കിന്റെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ബ്രാഞ്ചസിന്റെ ആവാം. എന്തു തന്നെയാണെങ്കിലും ആ ഒരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പേ അതിനൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ നമ്മൾ എന്തിലൂടെയാണ് കൊടുക്കുന്നത്, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലൂടെയാണ് കൊടുക്കുന്നത്. സോ ഡിസൈൻ എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റെപ്പാണ്, അത് നമ്മൾ ഇതിലൂടെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രോയിങ്സ് ആൻഡ് സ്കെച്ചസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത്? കാര്യം എന്ന് വെച്ചാൽ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഫീസിബിലിറ്റി ഓഫ് ദി മാനുഫാക്ചറിങ് കമ്പോണന്റ്, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ആൻഡ് സ്കെച്ചിന് ഇത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. കാരണം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് അവർക്ക് വേണ്ട പ്രൊഡക്റ്റിനെ നല്ല രീതിയിലോട്ട് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതൊരു ആപ്ലിക്കേഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു വിലയുണ്ട്. അപ്പൊ ആ ഒരു കടമ്പ കടത്തി കൊടുക്കുന്നത് ആരാണ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലൂടെയാണ്. ആ ഡ്രോയിങ്ങിലൂടെയാണ് പല ഡിസൈനുകൾ എന്ത് ചെയ്യുന്നത്, ഉരുത്തിരിഞ്ഞുണ്ടാവുന്നത്. സോ ഇതിനു മുമ്പുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിരുന്നു. അതായത് ഇത് നമ്മൾ ഷീറ്റിലായിരുന്നു വരച്ചോണ്ടിരുന്നത്, അതായത് പേപ്പർ ഷീറ്റിലാണ് വരച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി നമ്മൾ നോട്ട്ബുക്ക് മോഡലിലോട്ട് മാറി. പക്ഷെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പേപ്പർ ഷീറ്റ്, ആ പേപ്പർ ഷീറ്റിന് പല സൈസുകൾ ഉണ്ടായിരുന്നു. ആ സൈസിനനുസരിച്ചുള്ള ബോർഡുകളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു നമ്മുടെ ഡ്രോയിങ് ബോർഡാണ്. ഈ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് യെല്ലോ പൈൻ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിന്റെ ഈ സർഫസ് എന്ന് പറയുന്നത് വളരെ നല്ല ഫിനിഷ് ഉള്ള ഒരു റെക്ടാംഗിൾ ആയിട്ടുള്ള മോഡൽ ബോർഡാണ്. ഈ ബോർഡിന്റെ സൈസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡെസിഗ്നേഷൻ B0 എന്ന് പറയുന്നതാണ് എങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട ഷീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് A0 ഷീറ്റ് ആയിരിക്കും. അപ്പം ഇതിന്റെ ഈ ഡ്രോയിങ് ബോർഡിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എന്ന് പറയുന്നത് ഈ സൈസിലായിരിക്കണം വേണ്ടത്. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സൈസ് ആണ്.
അതേപോലെ B1, B2, B3, B4 എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡ്രോയിങ് ഷീറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇവിടെ ഉണ്ട്. മോസ്റ്റ്ലി നമ്മൾ A2 ഷീറ്റ് ആണ് കോളേജുകളിൽ പ്രാക്ടീസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഡെസിഗ്നേഷൻ ഉള്ള ബോർഡാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡസ്ട്രീസിൽ B0 ആണ് ഉപയോഗിക്കുന്നത്. അതായത് A0 ഷീറ്റ് വരുന്ന ഈ ലെങ്ത് ബ്രെഡ്ത്ത് തിക്നെസ് വരുന്ന ഈ ബോർഡാണ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾക്ക് വരയ്ക്കാൻ കൊടുക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് A2 ഷീറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബോർഡിന്റെ സൈസ് ആണ് ഇത്. ഇങ്ങനെയാണ് നമ്മുടെ ബോർഡിന്റെ ഡയമെൻഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ഷീറ്റിന്റെ, അതായത് വൈറ്റ് പേപ്പർ ഷീറ്റിന്റെ സൈസും ഉണ്ട്. അതായത് A0, A1, A2 ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. A0, A3 മോഡൽ പേപ്പറുകൾ, A4 മോഡൽ പേപ്പറുകൾ, A2, A4 ഒക്കെ നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും കാണുന്ന ഷീറ്റുകളാണ്. ഇതേപോലെ തന്നെ പേപ്പറിന് ഒരു അളവുണ്ട്. ആ അളവാണ് ഈ റൈറ്റ് സൈഡിലെ ഇമേജിൽ കാണിക്കുന്നത്. ഇത് A0 ആണ്, ഇത് A1 ആണ് ഈ കാണുന്നത്, ഇത് A2, അങ്ങനെ സൈസുകൾ മാറി A3, A4 ഷീറ്റ്. അപ്പം ഇതില് A0 എന്ന് പറയുന്നത് അതിന്റെ പേപ്പറിന്റെ സൈസ് ഇങ്ങനെയായിരിക്കും. ഇത് നമ്മൾ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ A2 സൈസ് പേപ്പറുകളാണ് നമ്മൾ കുട്ടികൾക്കായി പ്രാക്ടീസിന് കൊടുക്കുന്നത്. മോസ്റ്റ്ലി ഇവിടെ പറയുന്നുണ്ട് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്. അപ്പൊ A2 മോഡൽ ഷീറ്റാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിന്റെ കട്ടിംഗ് ബോർഡ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഡയമെൻഷനിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലുകൾ കുറച്ച് രീതികളുണ്ട്. അതായത് HB പെൻസിൽ, നമ്മൾ പെൻസിൽ മേടിക്കുമ്പോഴൊക്കെ അതിന്റെ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കും ചില പെൻസിലിനൊക്കെ, ഏത് 2H ആണോ H ആണോ എന്നുള്ളതൊക്കെ. ഉപയോഗിക്കുന്ന പെൻസിലിന് വരെ എന്തോ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ HB പെൻസിൽ ആണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് ബോർഡർ ലൈൻസ് വരയ്ക്കാനും, അതുപോലെ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിനും, ടൈറ്റിൽ ബ്ലോക്ക്, അതുപോലെ ഹാരോ ഹെഡ്സ് വരയ്ക്കാൻ, ലെറ്ററിംഗ് കൊടുക്കാൻ, ഒബ്ജക്റ്റിന്റെ ലൈൻസ് വരയ്ക്കാൻ, അതുപോലെ നമ്പറിംഗ്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലായിരിക്കണം ഏത് HB പെൻസിൽ. ഇതേപോലെ ഡയമെൻഷൻ ലൈന്, സെക്ഷൻ ലൈന്, അതുപോലെ സെൻട്രൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് H-ഉം, അതുപോലെ പ്രൊജക്ഷൻ ലൈൻസ്, എക്സ്റ്റൻഷൻ ലൈൻസ്, കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ 2H ഉപയോഗിക്കും. എന്തൊക്കെയാണ് ഈ ലൈൻസ് എന്നുള്ളത് കുറച്ചൊക്കെ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കും. അതുപോലെ പെൻസിൽ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക രീതി പറയുന്നുണ്ട്. ഇതിന്റെ ടിപ്പിൽ നിന്ന് ഒരു 35 mm മാറിയുള്ള പോർഷനിലായിരിക്കും നമ്മുടെ ഗ്രിപ്പ് റീജിയൻ വരേണ്ടത്. അതിൽ നിന്ന് ഒരു പേപ്പറിൽ നിന്നൊരു 60 ഡിഗ്രി ആംഗിളിൽ നമ്മൾ പെൻസിൽ പിടിക്കണമെന്നും അങ്ങനെയാണ് ഡ്രോയിങ് പേപ്പറിൽ ഡ്രോ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങോട്ട് വരയ്ക്കണം എന്നതിന്റെ സ്ട്രോക്ക് ഡയറക്ഷൻ വരെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ബോർഡിൽ നമ്മൾ പേപ്പർ വെക്കുമെന്ന് പറഞ്ഞു. ആ പേപ്പർ എങ്ങനെ നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്യിക്കും? അതിന് ഒരു രീതി നമുക്ക് ഡ്രോയിങ് ക്ലിപ്സ് ഉപയോഗിക്കാം. നമ്മളിതൊക്കെ വീട്ടിലെ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഷീറ്റ് ഇട്ടിട്ട് ക്ലിപ്പ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബോർഡിൽ ക്ലിപ്പ് ഇടാനുള്ള ക്ലിപ്പുകളുണ്ട്. അത് നമ്മൾ പേപ്പറിനെ സ്റ്റിക്ക് ചെയ്ത് നിർത്തും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രോയിങ് പിൻസ് ഉപയോഗിക്കാം. ഇത് നേരത്തെ പറഞ്ഞ വുഡ് എന്ന് പറയുന്നത് ഇതുപോലെ പിൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ കയറുന്നതാണ്. അപ്പൊ അതേപോലുള്ള പിന്നുകളുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അഡ്ഹസീവ് ആയിട്ടുള്ള ടേപ്പുകളുണ്ട്. ഇത് വെച്ച് ഒട്ടിക്കാം. വരച്ചതിന് ശേഷം നമുക്ക് ആ പേപ്പർ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സിനും ഡ്രോയിങ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്, പ്രൊട്രാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് ഈ ബോർഡ്, ഇതിപ്പോ ബോർഡാണ്, ഇത് ആ പേപ്പർ ആണ്. അപ്പൊ ഇതിന് ഫിക്സ് ചെയ്തൊരു സാധനം ഇവിടെ വെക്കും. അതിന് ഒരു മൂവ്മെന്റിനുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കെയിൽ ഉണ്ട്, 90 ഡിഗ്രിയുടെ ഒരു സ്കെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് സൈഡിൽ വേണോ അവിടെ എല്ലാം നമുക്ക് ഇത് ഡ്രോയിങ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്തിരിക്കും ഈ ബോർഡിൽ. മിനി ഡ്രാഫ്റ്റർ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ഡിവൈഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കോമ്പസസ്, അതിന്റെ അക്സസറീസ് എല്ലാം ഉണ്ട്. നമ്മൾ ഓരോ ഡ്രോയിങ്ങിന്റെ രീതി അനുസരിച്ച് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഉള്ളത് സാൻഡ് പേപ്പർ ഉണ്ട്, സാൻഡ് പേപ്പർ പാഡും ഉണ്ട്, സ്ക്രാപ്പ് പേപ്പറും ഉണ്ട്. അതായത് നമ്മൾ പെൻസിൽ നമ്മൾ ഷാർപ്പനർ ഉപയോഗിച്ച് ചെയ്യുമെങ്കിലും നമുക്ക് ഇതിന്റെ ടിപ്പ് എപ്പോഴും എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്ത് തന്നെ നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാൻഡ് പേപ്പറിൽ എന്ത് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വരച്ച് ഇതുപോലെ കുറിക്കും. പിന്നെ കേർവ്സിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരയ്ക്കാൻ വേണ്ടി ഫ്രഞ്ച് കേർവ്സിന്റെ സ്കെയിൽ ഉണ്ട്. അതുപോലെ തന്നെ സർക്കിൾ മാസ്റ്റർ ഉണ്ട്, പല സർക്കിൾ സൈസ് ഉള്ള. ഇതൊക്കെ നമ്മൾ ആ ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്നത് ഒരു A2 മോഡൽ ഡ്രോയിങ് ഷീറ്റ് ആണ്. ആ ഷീറ്റിന്റെ അകത്ത് ഇതേപോലെ കുറെ ലൈൻസ് കാണുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് 20 mm ഗ്യാപ്പ് വിട്ടിട്ടും, ടോപ്പിൽ നിന്ന് താഴോട്ടൊരു 10ഉം, സൈഡിൽ നിന്നൊരു 10, താഴെ നിന്നൊരു 10. ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളൊരു ബോർഡർ ലൈൻ വരയ്ക്കുന്നത്. ഈ ബോർഡർ ലൈൻ വരയ്ക്കുന്ന HB പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും. ഈ ബോർഡർ ലൈനിന്റെ ഉള്ളിലുള്ള ഏരിയ, അതാണ് ഈ ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഏരിയ നമ്മൾ പറയുന്നത്. ഈ ഡ്രോയിങ് എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്താണ്. ഇവിടെ ഒരു ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കാനുള്ളതുണ്ട്. അപ്പൊ ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്ത് നമ്മൾ ഇങ്ങനെ ഈ ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്യും. ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ലൈൻസിനെ നമ്മൾ മെഷർമെന്റ്
mm-ലായിരിക്കും. അതുകൊണ്ട് all dimensions are in mm എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഡ്രോയിങ് ഷീറ്റ് മടക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്ര ഗ്യാപ്പിൽ, അതായത് ഇവിടെ ഫസ്റ്റ് ഫോൾഡ് വരണം, ഇത് സെക്കൻഡ് ഫോൾഡ് വരണം, പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കാണേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ ബ്ലോക്ക് താഴെ വരുന്ന രീതിയിൽ പേപ്പർ ഫോൾഡ് ചെയ്യണമെന്നാണ്. ഈ പേപ്പറിന്റെ ഫോൾഡിങ്ങിനും നമുക്ക് ഇതേപോലെ മെഷർമെന്റ് ഉണ്ട്. അവസാനം ഫോൾഡ് ചെയ്ത് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ, ഫയലിനുള്ള ഗ്യാപ്സ് ആയി കാണുക. അപ്പൊ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡ്രോയിങ് കാണാം, ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോണന്റിന്റെ എന്തെങ്കിലും ഡ്രോയിങ് എടുക്കണമെങ്കിൽ ഫയൽ തപ്പിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രണ്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് എന്തിന്റെ ഡ്രോയിങ് ആണ് അവിടെ ഇരിക്കുന്നതെന്ന്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്ത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാകുമ്പോൾ അതിനകത്ത് നെയിം ഓഫ് ദ കോളേജ്, ഡ്രോയിങ്ങിന്റെ ടൈറ്റിൽ, പിന്നെ സ്റ്റുഡന്റ് നെയിം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യും. ഇതിനും എല്ലാം സൈസ് ഉണ്ട്, കണ്ട ഇവിടെ എല്ലാം സൈസുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. എത്ര mm ഗ്യാപ്പ് വേണമെന്ന്, ഇവിടുത്തെ എത്രയാണെന്നും. ടൈറ്റിൽ ബ്ലോക്കിന് തന്നെ ഒരു ഡയമെൻഷൻ പറയുന്നുണ്ട്, 65 ഇത്ര വേണമെന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 185, എല്ലാം mm-ലാണ്. അതുപോലെ ഈ ഒരു സിമ്പിൾ കാണിക്കുന്നതിന്റെ പ്രത്യേകത ഉണ്ട്, അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവത്തില്ല, ഈ ഒരു സിമ്പിൾ മനസ്സിൽ ഓർത്തിട്ടോ. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ലൈനിലേക്ക് വരുവാണ്. അപ്പം ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വരച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിൽ തന്നെ പലതരം ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ്. ഈ എയിൽ കാണുന്നതാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? വിസിബിൾ ഔട്ട്ലൈൻസിനും അതുപോലെ വിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് തിക്ക് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഒരു സ്ക്വയർ വരയ്ക്കാൻ പോവാന്ന് വെച്ചാൽ ഇതേപോലെ സ്ക്വയർ വരയ്ക്കുവാണ്. നമ്മൾ സ്ക്വയർ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ്. നമ്മൾ സാധാരണ വരയ്ക്കുന്ന സ്ക്വയർ ഇങ്ങനെ ഇതേപോലെ വരയ്ക്കും. ഈ വരച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് അകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത പോർഷൻ വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ജോയിന്റ് ചെയ്ത് വരയ്ക്കും. നമ്മളിതൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒരേ ലൈനാണ്, എല്ലാം ഒറ്റ ലൈനാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? കണ്ടിന്യൂസ് തിക്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. വിസിബിൾ ഔട്ട്ലൈൻസിന് വേണ്ടിയിട്ടും വിസിബിൾ എഡ്ജസിനും. അപ്പൊ ഇതിൽ നമുക്കറിയാം, സ്ക്വയർ നമ്മൾ കാണുമ്പോൾ ഇതിൽ വിസിബിൾ അല്ലാത്ത പോർഷൻ എന്ന് പറയുമ്പോൾ ഈ അകത്തുള്ള പോർഷൻ ആയിരിക്കും. അപ്പൊ നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ നമുക്കിത് വേണ്ട, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലൈൻ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് മാത്രം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ലൈൻസ് ഒക്കെ നമുക്ക് എന്തായി പോയി? മാറ്റിക്കളഞ്ഞു. അതായത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിക്കുന്നത് വിസിബിൾ ഔട്ട്ലൈനും വിസിബിൾ എഡ്ജസിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള തിൻ ലൈനുകളുണ്ട്, ഈ മോഡൽ ലൈൻസ്. ഈ മോഡൽ ലൈൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇമാജിനറി ലൈൻസ്, അല്ലെങ്കിൽ ഡയമെൻഷൻ ലൈൻ, അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ, ലീഡർ ലൈൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാച്ചിങ് ലൈൻ എന്നൊക്കെ പറയുന്നത്. അതായത് അകത്തുള്ള, നമ്മൾ നേരത്തെ വരച്ച ഈ അകത്തുള്ള ലൈനില്ലേ, ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒരേ സൈസ് എല്ലാം ഉണ്ട്. അല്ലാതെ നമ്മൾ തിൻ ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചായിരിക്കണം എന്ത്? അകത്തുള്ള ലൈൻസ് കാണിക്കേണ്ടത്. അതായത് നമുക്ക് ഇമാജിനറി ലൈൻസ് ആണത്, അകത്തുള്ള ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻ കാണിക്കും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിന്റെ ഡയമെൻഷൻ കാണിക്കുന്നത് ഇത്ര മാത്രം ഇതിന് ഡയമെൻഷൻ ഉണ്ടെന്ന് ഇവിടെ കാണിക്കാൻ പോവുക. ഈ ഡയമെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലൈൻസും ഒക്കെ എന്തായിരിക്കണം? കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിരിക്കണം. അതുപോലെ പ്രൊജക്ഷൻ ലൈൻ, അതായത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കാണിച്ചു, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള അതിന്റെ ലെങ്ത് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് തിൻ ആയിട്ടുള്ള ഈ ലൈൻ ഉപയോഗിച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. ഒബ്ജക്റ്റിന്റെ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് വേണം? എപ്പോഴും കണ്ടിന്യൂസ് തിക്ക് ഉപയോഗിക്കണം. ഇല്ലാത്ത ഭാഗമാണെങ്കിൽ കണ്ടിന്യൂസ് തിൻ ഉപയോഗിക്കുക. പിന്നെ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ഉണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മളല്ലാത്ത വ്യൂ സെക്ഷൻസും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ഫ്രീ ഹാൻഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ സിക്സ് ആഗ് ഉണ്ട്, ലോങ് ബ്രേക്കിംഗ് ലൈൻ ആണ്. പിന്നെ ഡാഷ്ഡ് തിക്ക് ഉണ്ട്, ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹിഡൻ ആയിട്ടുള്ള ഔട്ട്ലൈൻസും ഹിഡൻ ആയിട്ടുള്ള എഡ്ജസും. നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ തിന്നിന് പകരം തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡാഷ്ഡ് തിക്ക് ഉപയോഗിക്കാം, ഡാഷ്ഡ് തിന്നും ഉപയോഗിക്കാം. ഇതും അതേ ഫംഗ്ഷൻ തന്നെയാണ്. പിന്നെ ചെയിൻ തിൻ ഉണ്ട്, അതായത് ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ലൈൻ വരും, പിന്നെ ഒരു ഡോട്ട് ലൈൻ, പിന്നെ ലെങ്തി ആയിട്ടുള്ള, അങ്ങനെ പോകുന്നതിന് നമ്മൾ ചെയിൻ തിൻ എന്നാണ് പറയുന്നത്. ഇത് സെൻട്രൽ ലൈൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ഒരു സർക്കിൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക, സർക്കിളിന്റെ സെൻറ്ററിൽ കൂടെ ഇതേപോലെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുക. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചെയിൻ തിൻ ലൈൻസ് ആണ്. അതുപോലെ എന്തെങ്കിലും കട്ടിങ് പ്ലെയിൻസ് കാണിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയിൻ തിൻ ഉപയോഗിക്കും. അത് പക്ഷേ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തൊക്കെയാണ് കാണിക്കുക. ഇതിന്റെ രണ്ട് എഡ്ജിലുള്ള പോയിന്റുകൾ എന്തായിരിക്കും? തിക്കായിരിക്കും. തിക്ക് അറ്റ് എൻഡും തിന്ന് ബാക്കി ഭാഗം തിന്നുമായിരിക്കും.
ഇനി ചെയിൻ തിൻ മോഡൽ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ വരച്ച ഇതേപോലെ തന്നെ അത് തിന്നാണ്, ഇത് തിക്കാണ്. ഇതും ലൈൻസ് അല്ലെങ്കിൽ സർഫസ് പാസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ഔട്ട്ലൈൻ ഓഫ് അഡ്ജസന്റ് പാർട്സ്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മെയിൻലി അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തിക്ക് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള തിൻ വരും, ഡാഷ്ഡ് ആയിട്ടുള്ള തിൻ ആൻഡ് തിക്ക് വരും, അതുപോലെ ചെയിൻ ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ലീഡർ ലൈൻസും അതൊക്കെ നമ്മൾ ആ നേരത്തെ ഇമേജിൽ കണ്ടിരുന്നു. അതുപോലെ ഹാച്ചിങ് ലൈൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പോർഷൻസ് ഇങ്ങനെ ഹാച്ച് ലൈൻസ് കാണിക്കണം, ഇങ്ങനെ ക്രോസ് വരച്ച് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ലൈൻ ഉപയോഗിക്കുന്നത്, ഹാച്ചിങ് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിക്ക് ആണ്, അത് എച്ച് ഉപയോഗിച്ച്, അതായത് എച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട്. ബി എന്ന് പറയുന്ന കണ്ടിന്യൂസ് തിൻ ആണെങ്കിൽ അത് 2H ഉപയോഗിക്കുക. കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ആണെങ്കിൽ 2H ഉപയോഗിക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ആയിട്ടുള്ള 6 ആഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2H ഉപയോഗിക്കുക. ഡാഷ്ഡ് തിക്കും ഡാഷ്ഡ് തിന്നും ആണെങ്കിൽ H അല്ലെങ്കിൽ 2H ഉപയോഗിക്കാം. ചെയിൻ തിൻ ആണെങ്കിൽ 2H ഉപയോഗിക്കുക. ചെയിൻ തിന്ന് അതുപോലെ തന്നെ ചെയിൻ തിക്കും ആണെങ്കിൽ H ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ആണെങ്കിൽ 2H പെൻസിൽ ഉപയോഗിക്കുക. അതിന് വരെ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്പെസിഫൈഡ് ആയിട്ട് ഒരു കാര്യം എന്താണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ ഫോളോ ചെയ്യാൻ. പിന്നെ നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്രോയിങ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ടിപ്സ് ആണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഷാർപ്പൻ ദ ടിപ്പ് ഓഫ് ദ പെൻസിൽ ഫ്രം ടൈം ടു ടൈം. നമ്മൾ നേരത്തെ പറയുന്നു, ഈ പെൻസിലിന്റെ ടിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പൻ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ അവോയ്ഡ് ഫ്രീക്വന്റ് യൂസ് ഓഫ് ഇറൈസർ. എപ്പോഴും ഇറൈസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ പേപ്പറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അത് ഒരു നീറ്റ് സ്കെച്ചായി മാറത്തില്ല. അതുപോലെ തന്നെ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു ആർക്കോ വരയ്ക്കുമ്പോൾ ഒറ്റ സ്ട്രോക്കിൽ തന്നെ വരയ്ക്കുക, അതായത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. എന്ത് തന്നെയാണെങ്കിലും നിർത്തി വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡ്രോയിങ്ങിന്റെ നീറ്റ്നെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് പ്രഷർ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ലൈനോ സർക്കിളോ ആർക്കോ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലാതെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ബലം കൊടുത്ത് വരയ്ക്കും, ചിലവർ ലൂസായിട്ട് വരയ്ക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരയ്ക്കുന്നത് ഒഴിവാക്കി ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ പേപ്പറിന് ഡാമേജ് വരാത്ത രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കുക. പ്രൊട്ടക്ട് ഡ്രോയിങ് ഷീറ്റ്സ്, എപ്പോഴും നല്ല രീതിയിൽ ഡ്രോയിങ് ഷീറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, വരയ്ക്കുന്ന പേപ്പറിനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ഒരു ഗുഡ് ക്വാളിറ്റി ഡ്രോയിങ്ങിന് വേണ്ട ടിപ്സ്. അതുപോലെ നെക്സ്റ്റ് ഇനി ഡയമെൻഷനിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻസ് എത്രമാത്രം അതിന്റെ സൈസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഏത് ഷേപ്പിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിന് എന്ത് വേണം, ഡയമെൻഷൻ വേണം. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടു ഗീവ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻസ് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഏത് ടൈപ്പ് ആണ്, ടൈപ്പ് ഓഫ് എന്ത് ഫിനിഷ് ആണ്, അതിനകത്ത് ഹോൾസ് ഉണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, എത്ര നമ്പർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡയമെൻഷനിലൂടെയാണ് മെഷർ ചെയ്യുന്നത്, അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതുപോലെ എക്സ്പ്രഷൻ ഓഫ് ദിസ് ഇൻഫർമേഷൻ ഓൺ എ ഡ്രോയിങ് ബൈ യൂസ് ഓഫ് ലൈൻസ്, സിംബൽസ്, ന്യൂമറൽസ് ആൻഡ് നോട്ട്സ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസും മെറ്റീരിയലിന്റെ ടൈപ്പും ഫിനിഷും പൊസിഷൻ ഓഫ് ഹോളും നമ്പർ റെക്കോർഡും എല്ലാം നമ്മൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്നത് എന്താണ്, ലൈൻസ് വരച്ചോ അല്ലെങ്കിൽ സിംബൽസ് കൊടുത്തോ അല്ലെങ്കിൽ ന്യൂമറൽസ് കൊടുത്തോ നോട്ട്സ് കൊടുത്തോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു എലമെന്റ്സ് ഓഫ് ഡയമെൻഷനിങ്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ ഒബ്ജക്റ്റ് കാണുമ്പോൾ അറിയാം, ആ ഒബ്ജക്റ്റിന്റെ ലൈൻ എന്ന് പറയുന്നത് HB ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഈ ഒരു നല്ല കട്ടിയുള്ള ഭാഗങ്ങൾ കാണുന്നത് ആ ഒബ്ജക്റ്റിന്റെ ലൈനാണ്. ഈ ഭാഗങ്ങളെല്ലാം ഒബ്ജക്റ്റിന്റെ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഡ്രോയിങ് മോഡലാണ്. ഇതിനകത്ത് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്നതാണ്, ഇതാണ് എക്സ്റ്റൻഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എക്സ്റ്റൻഷൻ ലൈന് വരച്ചിട്ടുണ്ട് ഇവിടെ. ഈ എക്സ്റ്റൻഷൻ ലൈനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡയമെൻഷൻ ലൈൻ കാണാം, അതാണ് ഡയമെൻഷൻ ലൈൻ.
ഈ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ വരെ എത്രമാത്രം അതിന്റെ ലെങ്ത് ഉണ്ടെന്ന് കാണിക്കുകയാണ്. ആ ലെങ്ത് ഉണ്ടെന്ന് എവിടുന്ന് തുടങ്ങുന്നു അവിടെ ഒരു ആരോ ഹെഡ് വരയ്ക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആരോ ഹെഡ് എന്ന്. ഈ ഒരു പോർഷനെ ആരോ ഹെഡ് എന്ന് പറയുന്നത്. ആരോ ഹെഡ് എല്ലായിടത്തും ആരോ ഹെഡ് ഉണ്ട് കണ്ടോ. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരോ ഹെഡ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഈ ആരോ ഹെഡ് വരയ്ക്കുന്നതിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നു. അതിന്റെ സെന്ററിലായിട്ടാണ് എന്ത് നമ്മൾ ഇവിടുത്തെ ഡയമെൻഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ കുറച്ച് രീതിയുണ്ട്. സെൻട്രലാണോ എവിടെയാണോ മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാം. അപ്പൊ അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു ഡയമീറ്റർ ഉണ്ട്. ആ ഡയമീറ്ററിനെ നമ്മൾ ഇങ്ങനെ കാണിച്ചത് 2 ആരോ ഹെഡ്, അതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ, എന്നിട്ട് ഇതിനെ ഒരു പ്രൊജക്ഷൻ ലൈൻ, ഒരു ലീഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലീഡർ ലൈനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു 525 എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇതിന്റെ ഡയമീറ്റർ 25 mm ആണ് എന്നാണ്. ഇവിടെ ഒരു കേർവ് ഉണ്ട്. ആ കേർവിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു ഇവിടുത്തെ അതിന്റെ ആ കേർവ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും, ബാക്കി ഇമാജിനറി ലൈൻ ആണ്, അത് നമുക്ക് വേണ്ട. അപ്പൊ ഇതിന് ഈ ഒരു ആർക്കിന് ഈ ഒരു കേർവിന് ഒരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസ് മെൻഷൻ ചെയ്തിരിക്കുന്ന R20 എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കണ്ട ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. 2 എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. അതിന്റെ ഇടയിൽ എന്ത് ഒരു ഡയമെൻഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഡയമെൻഷൻ ലൈനിന്റെ സെൻട്രലായിട്ട് അതിന്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ആരോ ഹെഡ് എന്ന് പറഞ്ഞു. ഈ ആരോ ഹെഡ് എന്ന് പറയുന്നത് എന്തിനെ എക്സ്റ്റൻഷൻ ലൈനെയാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ ലൈനിനെ കട്ട് ചെയ്ത് പുറത്തു പോകരുത്. അതുപോലെ ഈ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ ഡയമെൻഷൻ ലൈനെ കട്ട് ചെയ്ത് പുറത്തു പോകരുത്. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻ ലൈനിന്റെ ഈ ആരോ ഹെഡ് ടച്ച് ചെയ്യുന്ന പോർഷനിൽ നിന്ന് ഇവിടെ നോക്കി കാണാം, കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം. എന്ത് ഈ കാണുന്ന എക്സ്റ്റൻഷൻ ലൈൻ കുറച്ച് ഇങ്ങോട്ട് വഴിച്ച് നിൽക്കണം. അതിന് 3 mm വരെ ആവാം എന്നുള്ള വരാൻ ചെറിയ കണക്കുകളുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അതിന്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 12 mm ഗ്യാപ്പിൽ വേണം നമ്മൾ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യാൻ. ഇനി അതിന് ശേഷവും ഒരു വാല്യൂ മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പൊ ഈ 90 ഉണ്ട്, അതുണ്ടെങ്കിൽ ഒരു 10 mm ഗ്യാപ്പ് ഇട്ട് വേണം അടുത്ത വാല്യൂ കാണിക്കാൻ. അതുപോലെ തന്നെ സ്മോളർ ആയിട്ടുള്ള വാല്യൂസ് കാണിക്കാനുണ്ടെങ്കിൽ അത് കാണിച്ചതിന് ശേഷം മാത്രമേ ലാർജ് ആയിട്ടുള്ള സൈസ് കാണിക്കാവുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്. സ്മോൾ സൈസ് ഇവിടെ ഉണ്ട്, അതിന് ശേഷമാണ് എന്ത് ലാർജർ സൈസ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ സ്മോളർ സൈസ് ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 10 mm താഴെയുള്ള വാല്യൂ ആണ് മെൻഷൻ ചെയ്യേണ്ടതെങ്കിൽ ആരോ ഹെഡ് എന്ന് പറയുന്നത് പുറത്ത് ആക്കാം. അതായത് ഈ കാണുന്ന എക്സ്റ്റൻഷൻ ലൈന്, ഈ എക്സ്റ്റൻഷൻ ലൈനിന്റെ അകത്താണ് നമ്മൾ ഇവിടെ എല്ലാം കണ്ടിരിക്കുന്നത്. കണ്ട ആരോ ഹെഡ് എല്ലാം അകത്താണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആയതുകൊണ്ടാണ്. ഇനി 10 mm താഴെയാണ്, ഇവിടെ 12 ആണ്, കൂടുതലാണ്. എങ്കിലും അത് എഴുതും കഴിയുമ്പോൾ ഈ ആരോ ഹെഡ് വരയ്ക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്ത് ചെയ്യാം, പുറത്ത് വരയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് 10 mm താഴെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആരോ ഹെഡ് പുറത്ത് എക്സ്റ്റൻഷൻ ലൈനിന് കാണിക്കാം. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് നമ്മൾ ഇതേപോലെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാതിരിക്കുക. കൂടുതലായിട്ടും പുറത്ത് തന്നെ. ഇവിടെ നമ്മളെല്ലാം പുറത്താ വാല്യൂസ് കണ്ടിരിക്കുന്നത് അല്ലെ, എല്ലാം പുറത്താ കൊടുത്തിരിക്കുന്നത്. ഈ റേഡിയസ് മാത്രം, ഈ പോസിബിൾ ആണെങ്കിൽ മാത്രം മതി, റേഡിയസ് മാത്രം നമുക്ക് പുറത്തോട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അവിടെ മാത്രം അത് അകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ വാല്യൂസും പുറത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു വാല്യൂസ് ഞാൻ സെൻട്രലിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും എഴുതരുത്. അതായത് ഒരാൾ ഇവിടെ അങ്ങ് എഴുതി വെച്ചേക്കാന്ന് വിചാരിക്കുക, ഒരാൾ ഇവിടെ എഴുതാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഇത് ഇവിടെ കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ഒരാൾ ഇവിടെ കൊണ്ട് എഴുതുക. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ കോഡ് ഉണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ താണ്ട അതിന്റെ ഒരു കോഡാണ്. ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഈ ഡാർക്ക് ലൈൻ കാണിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ഒരു എന്താ പറയാ ഡിസ്റ്റൻസ് കാണിക്കുകയാണ്. ഇവിടുന്ന് ഇവിടെ വരെ 30 mm ഉണ്ട് എന്ന് കാണിക്കുക. അപ്പൊ അതിന് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. ആ എക്സ്റ്റൻഷൻ ലൈനിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡയമെൻഷൻ ലൈൻ വരച്ചു. ആ ഡയമെൻഷൻ ലൈനിന്റെ ലൈൻ നേരത്തെ നമ്മൾ കണ്ടത് ലൈനിന്റെ ഇടയ്ക്കായിരുന്നു, ആ ലൈനിന്റെ പുറത്തായിട്ട് എഴുതിയിരിക്കുന്നത്, അതായത് മുകളിലായിട്ട് എഴുതിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. കണ്ട എല്ലാം അതിന്റെ മുകളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കണ്ട അപ്പൊ ഈ രീതിയിൽ എഴുതുന്നതിനെ, അതായത് ഈ ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്യാതെ വാല്യൂ അതിന്റെ മുകളിൽ എഴുതുന്നതിനെ നമ്മൾ അലൈൻഡ് സിസ്റ്റം എന്ന് വിളിക്കും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്ഥലത്ത് 30, ഇപ്പൊ ഇവിടെ 40 മുകളിൽ എഴുതിയിരിക്കുന്നു, ഇനി അടുത്ത 30 എന്ന് പറയുന്നതിന്റെ ഇടയിൽ കൊണ്ട് എഴുതരുത്. കാരണം ഇതിനൊരു റൂൾ ഉണ്ട്. അലൈൻഡ് സിസ്റ്റം ആണ് ഒരു ഡ്രോയിങ്ങിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ ആ അലൈൻഡ് സിസ്റ്റം തന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യണം. അതിപ്പോ ഡിഗ്രി
കാണിക്കുകയാണെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ പോലും എന്ത് ചെയ്യുക, നമ്മൾ പുറത്ത് തന്നെ കാണിക്കുക. ഇനിയുള്ളത് യൂണി ഡയറക്ഷനിലാണ്. അതായത് ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ ലൈന്, ഈ എക്സ്റ്റൻഷൻ ലൈനിന്റെ ഇടയിലുള്ള ഈ ഡയമെൻഷൻ ലൈനിനെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് സെൻട്രൽ ആയിട്ടാണ് എന്ത് വാല്യൂ കാണിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം സെൻട്രൽ ആയിട്ടാണ് വാല്യൂ കാണിച്ചത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന്. ഇവിടെയും അതേപോലെ തന്നെ, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇടയിൽ എഴുതിയിട്ട് പിന്നെ നമ്മൾ പുറത്തു കൊണ്ട് എഴുതരുത്. ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം തന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യണം. അതിപ്പോ ഡിഗ്രിയുടെ കേസ് ആണെങ്കിൽ കണ്ടോ, വാല്യൂസ് ഒക്കെ സെൻട്രലാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് നമ്മൾ യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട സിസ്റ്റം, അതായത് യൂണി ഡയറക്ഷണൽ സിസ്റ്റം ആണ്. ഇതിനെ മാത്രം, അതായത് ഈ റേഡിയസ് ഡയമീറ്ററിനൊക്കെ മാത്രം നമുക്ക് എപ്പോഴും മുകളിൽ തന്നെ എഴുതാം. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ സെൻട്രൽ അല്ലെങ്കിൽ മുകളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പൊ ഡയമെൻഷൻ ലൈന് മുകളിലായിട്ട് എഴുതുന്നതിനെ അലൈൻഡ് സിസ്റ്റം എന്നും ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇൻ ഡയമെൻഷനിങ് ഓഫ് ഡയമീറ്റേഴ്സ് ആൻഡ് സർക്കിൾ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഡയമീറ്റർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഫൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ കാണുന്നതൊക്കെ സെൻട്രൽ ലൈൻസ് ആണ് കേട്ടോ, ചെയിൻ തിന്നായിട്ടുള്ള ലൈനുകളാണ്. ഇനി ഇതിന്റെ രണ്ട് എക്സ്റ്റൻഷൻ ലൈൻ, അതായത് ഈ എക്സ്റ്റൻഷൻ ലൈന് കണ്ട എക്സ്റ്റൻഷൻ ലൈൻ, ഈ എക്സ്റ്റൻഷൻ ലൈനിന്റെ ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, ആരോ ഹെഡ് നിൽക്കുന്നത്. ഈ ആരോ ഹെഡിന്റെ ഇടയിൽ കൂടെ ഡയമെൻഷൻ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ ഇതേപോലെ വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് ആണെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഇതിന്റെ മുകളിലായിട്ട് എഴുതി കാണിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഈ ആരോ ഹെഡിന് പ്രത്യേകതകളുണ്ട്. ഒന്നില്ലെങ്കിൽ ആരോ ഹെഡ് അകത്തായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ ഈ പുറത്തായിട്ട് ഈ രീതിയിലും കാണിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പുറത്തോട്ടാണ് ഈ ലീഡർ ലൈൻ കൊടുത്തെഴുതുന്നതെങ്കിൽ ഇത് പുറത്ത് തന്നെ ഈ വാല്യൂ കൊടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റിനകത്ത് വാല്യൂസ് മാക്സിമം ഒഴിവാക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതി വേണമെങ്കിലും ഇതിലെ ഫോളോ ചെയ്യാം. ഇങ്ങനെയാണ് ഡയമീറ്റേഴ്സ് ആൻഡ് സർക്കിൾസിൽ ഡയമെൻഷൻ വരുന്നത്. ഇനി ഈ ഡയമെൻഷൻസിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പൊ നേരത്തെ എലമെന്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നും കൂടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോ ഹെഡ് ഷുഡ് ടച്ച് ദ എക്സ്റ്റൻഷൻ ലൈൻ ബട്ട് ഇറ്റ് നെവർ ക്രോസ് ഇറ്റ്. അതായത് ഈ കാണുന്ന ആരോ ഹെഡ് എന്ന് പറയുന്ന സാധനം, അതായത് ഇത് എന്ത് ചെയ്യരുത്, എക്സ്റ്റൻഷൻ ലൈനെ, അതായത് ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരരുത് എന്നാണ് ഫസ്റ്റ് റൂള്. ഇനി ഡയമെൻഷൻ ലൈൻ ആർ തിൻ ലൈൻസ് വിച്ച് ആർ ഡ്രോൺ ബൈ യൂസിങ് എച്ച് പെൻസിൽ. അതായത് ഈ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്ന ഈ ലൈൻ വരയ്ക്കേണ്ടത് എച്ച് പെൻസിൽ ഉപയോഗിച്ചായിരിക്കണം, അത് വളരെ തിൻ ആയിരിക്കണം എന്ന് പറയുന്നു. ഇനി ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ ഒബ്ജക്ട്. എപ്പോഴും നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുമ്പോൾ ഔട്ട്സൈഡിൽ മാക്സിമം മാർക്ക് ചെയ്യുക. അതാ ഇവിടെ എല്ലാ ഔട്ട്സൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, എല്ലാ ഔട്ട്സൈഡിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈഫ് പോസിബിൾ എന്നുള്ളൊരു കണ്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്, അകത്ത് വന്നിരിക്കുന്നത്. പറ്റുമെങ്കിൽ പുറത്ത് തന്നെ എല്ലാം കൊടുക്കുക, അല്ലാത്ത സിറ്റുവേഷൻസ് മാത്രം എന്ത് ചെയ്യുക, മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്നാണ്. ഇനി എക്സ്റ്റൻഷൻ ലൈൻ ഷുഡ് നോട്ട് ക്രോസ് ദ ഡയമെൻഷൻ ലൈൻ. അതായത് ഇപ്പൊ ഇവിടുത്തെ വാല്യൂ ഇവിടുന്ന് ഇവിടം വരെ എക്സ്റ്റൻഷൻ ലൈൻ കാണിച്ചിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കാം അല്ലെ, എന്നിട്ട് ഇവിടെ മെഷർമെന്റ് കാണിക്കാം. അങ്ങനെ കാണിക്കരുത്. അതായത് ഡയമെൻഷൻ ലൈനിനെ എക്സ്റ്റൻഷൻ ലൈൻ ക്രോസ് ചെയ്ത് പോകരുത്. ഇതാണ് എക്സ്റ്റൻഷൻ ലൈൻ, ഇത് ഡയമെൻഷൻ ലൈൻ. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് പുറത്തേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ ലൈൻ ഷുഡ് എക്സ്റ്റെൻഡ് സ്ലൈറ്റ്ലി ബിയോണ്ട് ദി ഡയമെൻഷൻ ദാറ്റ് ഈസ് 3 mm. അതായത് നമ്മൾ ഇവിടെയൊക്കെ കാണാവുന്നതാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്കുണ്ട്. അതായത് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് അത് കാണാം. അതായത് ആരോ ഹെഡ് ടച്ച് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗം വെളിയിലോട്ടും കൂടെ എക്സ്റ്റൻഷൻ ലൈൻ കാണിക്കുന്നുണ്ട്. അത് 3 mm വരെ ആവാം എന്നാണ് പറയുന്നത്. ഇനി ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 mm away from the object line. ഒബ്ജക്ട് ലൈനിൽ നിന്ന് 12 mm വരെ ഗ്യാപ്പ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 12 mm വരെ ഗ്യാപ്പ് ആവാം. നെക്സ്റ്റ് സക്സസീവ് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി വിത്ത് എ ഗ്യാപ്പ് ഓഫ് 10 mm ഫ്രം ദി ഫസ്റ്റ് ഡയമെൻഷൻ ലൈൻ. ആദ്യത്തെ ഡയമെൻഷൻ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ഡയമെൻഷൻ ലൈനിലേക്ക് 10 mm ഗ്യാപ്പ് ആവാം. ഇങ്ങനെയാണ് ഇതിന്റെ പറയുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് 12 അതിനുശേഷം 10 ഉണ്ടെങ്കിൽ, അതായത് അടുത്ത ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ. ഡയമെൻഷൻ ഷുഡ് ബി മാർക്ക്ഡ് ഓൺലി ഇൻ ദ വിസിബിൾ ഔട്ട്ലൈൻ നോട്ട് ഫ്രം ദ ഹിഡൻ ലൈൻസ്. അത് കാണുന്ന രീതിയിൽ തന്നെ അതിനെ മെൻഷൻ ചെയ്യണം.
അതുപോലെ unnecessary ആയിട്ടുള്ള ഡയമെൻഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ആവശ്യമില്ലാത്തത് വെറുതെ കൊടുക്കരുത്. അതായത് വീണ്ടും കൊടുത്തത് തന്നെ വീണ്ടും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അതായത് ഡയമെൻഷൻ പ്ലേസ്ഡ് ഇൻ വൺ വ്യൂ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് ഇൻ അതർ വ്യൂ. എവറി ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് വൺസ് ഓൺലി. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 90 എന്ന് കാണിച്ചു, അത് തന്നെ വീണ്ടും എന്ത് ചെയ്യരുത്, ഇവിടെ 90 എന്ന് കാണിക്കരുത്. ഓൾറെഡി ഇവിടെ ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, പിന്നെ അകത്ത് ഡയമീറ്റർ എഴുതരുത്. അങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കാര്യം വാല്യൂസ് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്. ഒരു പ്രാവശ്യം അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ 45 ഇവിടെ ഉണ്ട്, വീണ്ടും വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 45 എന്ന് കാണിക്കാം. അപ്പൊ അത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഫോർ ഓൾ ദി വ്യൂസ് ഓവറോൾ ഡയമെൻഷൻ ലൈക്ക് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഷുഡ് ബി മാർക്ക്ഡ്. എപ്പോഴും ലെങ്ത് അതുപോലെ തന്നെ ബ്രെഡ്ത്ത് അതുപോലെ തന്നെ ഹൈറ്റ് എല്ലാം കൃത്യമായിട്ട് എപ്പോഴും മാർക്ക് ചെയ്തിരിക്കണം. പിന്നുള്ളത് സെൻട്രൽ ലൈൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഡയമെൻഷൻ ലൈൻ എക്സെപ്റ്റ് വെൻ സെൻട്രൽ ലൈൻ പാസസ് ത്രൂ ദി സെന്റർ ഓഫ് ദ ഹോൾ. അതായത് ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ ഡയമെൻഷൻ ലൈനായിട്ട് ഉപയോഗിക്കരുതെന്നാണ്. പിന്നെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വരെയുള്ളത് മെൻഷൻ ചെയ്ത് കാണിക്കാം. Always place a smaller dimension first and then larger dimension so that the extension line will not cross the dimension line. അതായത് ആദ്യം നമുക്ക് ഒരു സ്മോൾ ഡയമെൻഷൻ മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ സ്മോൾ ഡയമെൻഷൻ മെൻഷൻ ചെയ്യും. ഇവിടെ ഇപ്പൊ 45 എന്ന് പറയുന്നത് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് എന്ത് 90 കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ 12 എന്ന് പറയുന്നത് കാണിച്ചതിന് ശേഷമാണ് എന്ത് 53 കാണിച്ചിരിക്കുന്നത്. അപ്പം സ്മോളർ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഫസ്റ്റ് കാണിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, സെക്കൻഡ് കാണിക്കുക. If enough space is not there, arrowhead can be placed outside the projection line. അതായത് ഇവിടെ നമുക്ക് വാല്യൂ എഴുതാനായിട്ട് സ്പേസ് ഇല്ല ഈ ഒരു സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ ആരോ ഹെഡ്സ് എന്ത് ചെയ്യുക, പുറത്ത് കൊടുക്കുക. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആരോ ഹെഡ്സ് അകത്ത് തന്നെ കൊടുക്കുക, കാരണം അവിടെ നല്ല റിക്വയർഡ് സ്പേസസ് ഉണ്ട്. ഇല്ലാത്ത പക്ഷം മാത്രം എന്ത് ചെയ്യുക, ആരോ ഹെഡ്സ് പുറത്ത് കൊടുക്കുക. അത് കൊടുക്കാനായിട്ട് പറയുന്നത് ലെസ് ദാൻ 10 mm ആണെങ്കിൽ, അതായത് വാല്യൂ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് 10 mm താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആരോ ഹെഡ് പുറത്ത് കാണിക്കും. ഇപ്പൊ 12 ആണ് ഇവിടെ ഉള്ളതെങ്കിലും ആരോ ഹെഡ് പുറത്ത് കാണിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. 10 mm താഴെ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക, ആരോ ഹെഡ് പുറത്ത് കാണിക്കുക. അതായത് ഈ എക്സ്റ്റൻഷൻ ലൈനിന്റെ ഔട്ട്സൈഡ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. താങ്ക് യു.